നമ്മൾ ആരെയും ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ ഇറങ്ങുന്നതേ അല്ല. നമുക്ക് നമ്മുടെ സാഹചര്യമാണ്. നമുക്കിപ്പോ കുഴി എടുത്തിട്ടേക്കുന്ന സ്ഥലമാണ് ഇത്. 25 ടണ്ണുണ്ട് വണ്ടിയിൽ. ചിലപ്പോ നമ്മള് റോഡിന്റെ സൈഡ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി താരും. താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചെലവാകും. ചെലവ് മാത്രമല്ല, ബ്ലോക്ക് ആവും. അതേപോലെയുള്ള ഒരുപാട് കേസ് വരും. ഇതിന്റെ ഇടയിൽ ആംബുലൻസ് ഓടുന്ന വഴികളൊക്കെ വണ്ടികൾ ബ്ലോക്ക് ആകുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് കാരണം സൈഡ് കൊടുക്കാതെ നല്ലൊരു സ്ഥലം, അവർക്ക് സേഫ് ആയിട്ട് പറഞ്ഞൊരു സ്ഥലം എത്തുമ്പോൾ അവർ സൈഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ പിറകിന്ന് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടാറില്ല. മനസ്സിലാവണമെന്നില്ല, ഇഷ്ടപ്പെടുന്നത് വേറെ, മനസ്സിലാവുന്നില്ല അവർക്ക് കാര്യം എന്താണ്. മനസ്സിലാവുന്നവരുണ്ട്. എന്നാലും അവര് ചിന്തിക്കുന്നത് അവൻ മാത്രമല്ലല്ലോ റോഡ് ടാക്സ് അടച്ചിട്ട് ഓടുന്ന. ഫസ്റ്റ് പറയുന്ന ഇങ്ങനെയാ, അവന്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ. ഇത്രയും ഇതായിട്ട് പോവാൻ വേണ്ടി അവന് കുറച്ച് സൈഡ് തന്ന എന്തെന്ന് ആലോചിക്കണം. അതില് കുറച്ച് നേരെ കയറി റേസായി നമ്മുടെ വണ്ടിയിൽ ഒന്ന് ഇത് കണ്ടോ, വണ്ടി നടു റോട്ടിലാണ് നിർത്തി വെച്ചേക്കുന്നത്. പോയി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മളതാ പറഞ്ഞ, നമ്മളെ ഇവിടെ ആർക്കും വേണ്ടാത്തൊരു ഫീൽഡായിട്ട് കിടക്കുന്ന ലോറി ഫീൽഡ്. ആർക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വന്ന് ചെയ്യാം. ഒത്തൊരുമയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒത്തൊരുമ നമുക്കില്ലാഞ്ഞിട്ടല്ല. നമുക്ക് ഒത്തൊരുമയൊരു പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് പറയാനില്ല. അത് ഈ നിയമത്തിൻ്റെതും ഈ അധികാരികളും നമ്മളെടുത്ത് ഇടപെടുന്ന രീതികളും കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതാ പറഞ്ഞ, എന്തെല്ലാം വന്നിട്ട് നമുക്ക് മാത്രം ഈ ടൈമിംഗ് ലോഡുണ്ട്. സമയത്തിന് ലോഡ് കൊണ്ടുവന്ന് ഇറക്കണം. എന്നാ നമുക്ക് ഹൈവേകളിൽ നമുക്ക് ഓടിപ്പോവാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഓടിപ്പോവാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണം കാഞ്ഞങ്ങാട് അതുവഴി കയറി പോകണമെന്ന് നമുക്കൊരു 10-15 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. വണ്ടി മറ്റേ ആ തേര് കയറുന്നതിനെക്കാട്ടി ഇപ്പുറത്തൂടെ തേര് കയറി പോകുന്നതിനെക്കാട്ടി സ്പീഡിന് അതെത്തും. അതുവഴി പോകാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നോ എൻട്രികളുണ്ട്, ലോറിക്ക് മാത്രം.